അമ്മയാണ് ഡോക്ടർ, അടുക്കളയാണ് ഹോസ്പിറ്റൽ, നല്ല ഭക്ഷണമാണ് മരുന്ന്. ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ആഹാരം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ വിഷം ഉണ്ടാവില്ല. ബാക്കി ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും അത് വിഷമായിരിക്കും. ഞാൻ കുറേ വർഷങ്ങളായി രക്തശാലി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ഈ രക്തശാലി കേരളത്തിൽ ഏറ്റവും വില കമ്മി എന്നുള്ളതല്ല, ഒരു കർഷകന് ലാഭം ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഒരു കർഷകന് സമൂഹത്തിനോട് കടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പരമ്പരാഗത നെല്ലുകൾ സംരക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തത് രോഗവിമുക്ത കേരളത്തിൽ ഞാനൊരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്തശാലി ഒന്നാമത്തത് കൃഷി ഉദ്ദേശം തന്നെ ഫാം ടു കിച്ചൺ. എൻ്റെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്ത് ഇടനിലക്കാരില്ലാതെ സാധാരണക്കാരൻ്റെ അടുക്കളയിലേക്ക് വില കമ്മിയായിട്ട് എങ്ങനെയാണ് ഈ അരികൾ എത്തിക്കുക. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി ഞാൻ എൻ്റെ കൃഷിയിലൂടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്രോപ്പിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെക്കൻഡ് ക്രോപ്പിലാണ് കൃഷി ചെയ്യുക. കാരണം നമുക്ക് ജൂൺ ജൂലൈ മാസം ആഗസ്റ്റിലൊക്കെ നല്ല മഴയുള്ളത് കൊണ്ട് ഇതിനൊന്നും തണ്ട് ബലവും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കൊയ്തെടുക്കാനും അതുപോലെ തന്നെ വീഴ്ചയില്ലാതെ നമ്മൾക്കിത് കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഈ പരമ്പരാഗത വിത്തുകൾ മുഴുവനും നമ്മൾ സെക്കൻഡ് ക്രോപ്പിലാണ് കൃഷി ചെയ്യുക. സെക്കൻഡ് ക്രോപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മാർച്ച് 15-ന് കൊയ്യുന്ന രീതിയിൽ നമ്മൾ ഈ 3 അരികളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 10 ഏക്കർ കൃഷി ചെയ്യുന്നത് ഞങ്ങളോട് ഈ മാർച്ച് മാസം കൊയ്ത്ത് കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത ചെമ്മരിയാട്ട് കൂട്ടം വരും. 500-1000 ആടുകൾ തമിഴ്നാട്ടിൽ നിന്ന് ചെമ്മരിയാട്ട് കൂട്ടം വരും. അവർ മാസങ്ങളോളം പാലക്കാട് ജില്ലയിലെ ഓരോ കൃഷിസ്ഥലത്തും തമ്പടിക്കും. അങ്ങനെ ഞങ്ങൾ ഈ കൃഷിസ്ഥലത്ത് ചെമ്മരിയാട്ട് കൂട്ടത്തിനെ നിർത്തി അത് 3-4 ദിവസം ഒരു ഏക്കറയിൽ ഈ നിർത്തിയ അതിൻ്റെ കാഷ്ടവും മൂത്രവുമായിരിക്കും ആ കണ്ടത്തിൽ ഉണ്ടാകുക. അത് കഴിഞ്ഞ് ഞങ്ങൾ വിഷു കഴിഞ്ഞാൽ അതിനെ പൂട്ടിമറിച്ച് നവധാന്യങ്ങൾ 9 ധാന്യങ്ങൾ വിതറും. അല്ലെങ്കിൽ പയർ വിതറും, അല്ലെങ്കിൽ 9 ധാന്യങ്ങൾ വിതറും. ഈ 9 ധാന്യങ്ങളും നമ്മൾക്ക് പൂക്കുന്ന സമയം പറഞ്ഞാൽ ഏകദേശം ഒരു മെയ് 15-ന് ശേഷം പൂക്കുന്ന സമയത്ത് നമ്മൾ റൊട്ടേവട്ടർ കൊണ്ട് അത് പൂട്ടി ഒന്നുകൂടി മണ്ണിൽ ഒന്ന് ആക്കി തീർക്കും. അതിന് ശേഷം ജൂൺ മാസത്തിൽ മഴയോടുകൂടി നമ്മൾ ഈ വെറൈറ്റി നെല്ല് കൃഷി ചെയ്യുന്ന കണ്ടങ്ങൾ ഒന്ന് പൂട്ടിയിട്ട് വെള്ളം കെട്ടി നമ്മൾ നിർത്താറുണ്ട്. ഫസ്റ്റ് ക്രോപ്പിൽ പിന്നെ ആ കണ്ടം 5 പറക്കാണെങ്കിലും 1 ഏക്കറയാണെങ്കിലും അത് നമ്മൾ തരിശിടുകയാണ്. ആ കണ്ടത്തിൽ നമ്മളൊന്നും ചെയ്യില്ല. സെക്കൻഡ് ക്രോപ്പിലാണ് നമ്മൾ ഈ കണ്ടങ്ങളിൽ ഈ വെറൈറ്റി അല്ലെങ്കിൽ നാടൻ നെല്ല് കൃഷി ചെയ്യുന്നത്. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫിഷ് അമന കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് നാടൻ പശു വളർത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പഞ്ചഗവ്യം അതുപോലെയുള്ളത് 15 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അടിക്കാറുണ്ട്. പിന്നെ ഇതിൽ രാസവളങ്ങൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ കൊടുക്കാറില്ല. രക്തശാലി ഏകദേശം 105 മുതൽ 120 ദിവസത്തിനുള്ളിൽ രക്തശാലി കൊയ്യാൻ പറ്റും. രക്തശാലി അരി നമ്മൾ അയൺ കണ്ടൻറ്റ് അതിൽ കൂടുതലുണ്ട്. 1. രണ്ടാമത്തത് B12 അതിലുണ്ട്. മൂന്നാമത്തത് വന്നിട്ട് നാരിൻ്റെ അംശമുണ്ട്. 5-മത്തത് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവ് രക്തശാലിക്കുണ്ട്. പിന്നെ ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ സാധാരണ ഈ രക്തശാലി അരി നമ്മുടെ പണ്ടത്തെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ രക്തശാലി അരിയെക്കുറിച്ചിട്ട് വളരെയധികം രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കയ്യോ കാലോ തളർന്നുള്ളവർ, അതുപോലെ എല്ലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക്, അതുപോലെ ക്യാൻസറുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ രക്തശാലി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ സാർ, ഈ രക്തശാലി ഒരു കോഴ്സ് ഒരു 40-41 ദിവസമാണ്. ഇപ്പോൾ ആയുർവേദ ശാലകളിൽ മുഴുവനും രക്തശാലി പറയുന്നത് 41 ദിവസം തുടർച്ചയായി കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ജീവിത രീതി എപ്പോഴാണ് മാറിയത്? നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. രാവിലെ രാജാവിനെ പോലെയും ഉച്ചയ്ക്കിൽ ധനികനെ പോലെയും വൈകുന്നേരം യാചകനെ പോലെയും കഴിക്കണമെന്ന്. എന്നാണോ നമ്മൾ യാചകനെ പോലെ കഴിക്കാതെ മാറിയത്, അവിടെയാണ് നമ്മുടെ ജീവിത രോഗങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ യാചകൻ എന്ന് പറയുന്നത് മോശപ്പെട്ടതല്ല. സാധാരണ യാചകൻ എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എല്ലാവരും യാചകനെ പോലെ അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചതല്ല. അപ്പോൾ വൈകുന്നേരം കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. രക്തശാലി വൈകുന്നേരം കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ് ആയുർവേദശാലയിലും പറയുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഈ വൈകുന്നേരം കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ്.